Earnmarks, your perfect learning partner. എന്താണ് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുത്തുക. ഓക്കെ, റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുത്തുക എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അതായത് സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു, ആ എറർ നമ്മളെ പെട്ടെന്ന് തന്നെ നമുക്ക് ശ്രദ്ധയിൽ പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാ പറയുന്നത്? ഒരു പുതിയ എൻട്രി, അത് ക്രോസ് ചെക്ക് ചെയ്ത് പുതിയ എൻട്രി എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തെറ്റ് തിരുത്താൻ സാധിക്കും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മളിത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് ഫൈൻഡ് ഔട്ട് ചെയ്തു, അത് ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ എൻട്രി എഴുതി ആ തെറ്റ് തിരുത്താൻ സാധിക്കും. നേരെ മറിച്ചിട്ട് നമ്മുടെ തെറ്റുകൾ എന്താണ്? കുറെ സമയത്തിന് ശേഷമാണ് കാണാന്ന് കരുതാം. ഓക്കെ, തെറ്റുകൾ നമുക്ക് ഉണ്ടായേക്കാവുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ എന്താണ്? ഒരുപാട് സമയത്തിന് ശേഷം, ഇൻ കേസ് നമ്മൾ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നമുക്ക് ഉണ്ടായുള്ള എറർ കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോ അത്തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എറേഴ്സ് തിരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണെന്ത്? റെക്ടിഫിക്കേഷൻ എൻട്രീസ് എന്ന് പറയുന്നത്. എന്താണ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്? കേട്ടോ, അതായത് അക്കൗണ്ടിങ് പ്രാക്ടീസിന്റെയും അക്കൗണ്ടിങ് പ്രൊസീജിയറിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്ക് നമ്മൾ തിരുത്തുക. ഓക്കെ, റെക്ടിഫൈ ചെയ്യുക. കേട്ടോ, നമുക്ക് ഉണ്ടാകുന്ന അക്കൗണ്ടിങ് എററുകൾ തിരുത്തുന്നതാണെന്ന് പറഞ്ഞാല് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറർ എന്ന് പറഞ്ഞാല് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെക്ക് ചെയ്ത് പുതിയ എൻട്രി ചെയ്ത് നമുക്ക് തിരുത്താവുന്നതാണ്. പക്ഷെ നമുക്ക് എന്താണ്? തെറ്റുകൾ നമ്മൾ ഒരുപാട് സമയത്തിന് ശേഷമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എന്താണ്? റെക്ടിഫിക്കേഷൻ എൻട്രീസ് പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ മിസ്റ്റേക്ക് നമ്മൾ റെക്ടിഫൈ ചെയ്യുക. റെക്ടിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ ആണ്. Purchase book is overcast for the month of July 2014 by ₹8,000. അല്ലെ, ജൂലൈ 14 അല്ലെ, ജൂലൈ 2014 നമ്മൾ പർച്ചേസ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു 8,000 രൂപ അധികം ഉണ്ട് അല്ലെ. അപ്പോ ഇത് നമ്മളെ എന്തിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്? നമ്മളെ പർച്ചേസ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ 8,000 രൂപ അധികം കാണിച്ചിട്ടുണ്ട്, ഓവർകാസ്റ്റ് ആണ്, 8,000 രൂപ അധികം കൂടി കിടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ അധികം കൂടിയിട്ടുള്ള 8,000 രൂപനെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അത് തിരുത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യാം? പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റെക്ടിഫൈ ചെയ്യുക. കൂടി കിടക്കുന്നത് നമ്മൾ കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ നോക്കൂ, നമ്മൾ പർച്ചേസ് ബുക്ക് വരച്ചു, നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ആസ് പെർ പർച്ചേസ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ, പർച്ചേസ് ബുക്കിലെ പ്രകാരമുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 8,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഷോ ചെയ്തു. സോ ഇവിടെ കൂടി കിടക്കുന്ന 8,000 എന്ത് ചെയ്തു? ഇവിടെ 8,000നെ ക്രെഡിറ്റ് ചെയ്തപ്പോൾ അതെന്തായി പോയി? അതവിടെ കുറഞ്ഞില്ലേ? ആ പർച്ചേസ് ബുക്ക് വീണ്ടും ഈക്വൽ ആയില്ലേ? അതായത് കറക്റ്റ് എമൗണ്ട് അല്ലേ കാണിക്കുന്നത്? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. കേട്ടോ, നമുക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തിരുത്തുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പർച്ചേസ് ബുക്കിൽ 8,000 രൂപ കൂടി കിടക്കുകയാണ്, അത് പർച്ചേസ് ബുക്കിൽ നമുക്ക് അഫക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ കൂടി കണക്കിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്താൽ എന്തായി? അത് കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8,000 രൂപ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു. എവിടെ? പർച്ചേസ് ബുക്കില്. ഓക്കെ, നോക്കൂ, മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. എ സം ഓഫ് ₹1,200 പെയ്ഡ് ടു അശോക് ഹാസ് ബീൻ റോങ്ലി ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്. അല്ലെ, നമ്മൾ എന്താണെന്നാ പറയുന്നത്? അശോകിന് നമ്മൾ എന്ത് ചെയ്തു? 1,200 രൂപ കൊടുത്തു. അതെന്തായി? നമ്മൾ തെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് അല്ലെ, അശോകിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. അതെന്താണ്? അതൊരു എററാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അശോകിന്റെ അക്കൗണ്ടിനെ അഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആയിരുന്നു, പക്ഷെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അക്കൗണ്ടിന് അശോകിന്റെ അക്കൗണ്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്? അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റെക്ടിഫൈ ചെയ്യണം അല്ലെ. നമ്മളപ്പോ എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്ന് വെച്ചാല് 1,200 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അശോകിന് കൊടുത്തിട്ടുള്ളത് അല്ലെ. അശോകിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ക്രെഡിറ്റ് ചെയ്തു അല്ലെ. 1,200 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1,200 ആഡ് ചെയ്താൽ നമുക്ക് 2,400 കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, അശോകിന്റെ അക്കൗണ്ട് വരയ്ക്കുക. അശോകിന്റെ അക്കൗണ്ടിൽ 2,400 ഡെബിറ്റ് ചെയ്യാം.
എന്താ ചെയ്യേണ്ടത്? അശോകിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? 2400 ഡെബിറ്റ് ചെയ്യാം. വി നീഡ് ടു ഡെബിറ്റ് അശോക് അക്കൗണ്ട് ബൈ 2400 2400. അതില് ₹1200 ടു റിവേഴ്സ് ദ റോങ് ക്രെഡിറ്റ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാല്, ഓക്കെ, നമ്മള് റോങ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, 1200 റോങ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് എന്താണെന്നാ പറയുന്നത്? ആ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിന്റെ ഡബിൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അശോകിന് നമ്മൾ എന്ത് ചെയ്തു? 1200 രൂപ കൊടുത്തു. അപ്പൊ നമ്മളത് അശോകിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു എറർ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അശോകിന്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? 1200ന്റെ ഡബിൾ, ദാറ്റ് ഈസ് 2400 ഡെബിറ്റ് ചെയ്യാം. എന്തിനാ അങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ തെറ്റായി ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്രെഡിറ്റ് ചെയ്ത് വെച്ചുള്ള 1200 അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്തിനാണ് ബാക്കി 1200 കൂടെ ഉണ്ടല്ലോ, കറക്റ്റ് എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരാൻ വേണ്ടിയിട്ട്. 1200 ആണല്ലോ ഡെബിറ്റ് സൈഡിൽ വരേണ്ട കറക്റ്റ് എമൗണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 2400 നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1200 അശോകിന് കൊടുത്തു അല്ലെ. 1200 അശോകിന് കൊടുത്തു, പക്ഷെ റോങ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തു. ആ റോങ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തത് എലിമിനേറ്റ് ചെയ്യാനായിട്ടും കറക്റ്റ് എമൗണ്ട് ഡെബിറ്റിൽ വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഡബിൾ എമൗണ്ട് എടുത്തിട്ട് ഡെബിറ്റ് ചെയ്ത് വെച്ചു. Earn Marks, your perfect learning partner.